ഹലോ നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾ KSFE-യിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ കേരള ഗവൺമെന്റിന്റെ ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ വീഡിയോ മൊത്തം കാണുവാൻ ശ്രമിക്കുക. വളരെ ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, നിങ്ങളുടെ എലിജിബിൾ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ലൊക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കുന്നത്. ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, അതായത് നിങ്ങൾ ഏത് ലൊക്കേഷനാ സെലക്ട് ചെയ്യുന്നത് ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ കാണുക. സ്കിപ്പ് ചെയ്ത് പുറത്തു പോകാതെ മുഴുവൻ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ മെട്രിക്കുലേഷൻ മാത്രം മതി, പക്ഷേ അത് കൂടാതെ അവർ ചില കാര്യങ്ങൾ അവിടെ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഏജ് എന്തായിരിക്കണം, അല്ലെങ്കിൽ അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതുകൂടാതെ SC ST OBCക്ക് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അത് എത്ര കൺസിഡറേഷൻ കിട്ടും എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ മൊത്തം കാണുവാൻ ശ്രമിക്കുക. KSFE ന്യൂ റിക്രൂട്ട്മെന്റ് 2026 നിങ്ങൾക്ക് ഈസിലി അപ്ലൈ ചെയ്യുന്നതും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ ലിങ്കിന്റെ കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ആ പോർട്ടലും, അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ് ഈ ഒരു ചാൻസ്. ഇങ്ങനെയൊക്കെ പല ചാൻസ് വരുന്നുണ്ട്. അപ്പം മെട്രിക്കുലേഷൻകാർക്ക് വേണ്ടിയിട്ടുള്ള പല ചാൻസുകൾ വരുന്നുണ്ട്. പക്ഷേ ആരും വീഡിയോ കാണുന്നില്ല അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഇവിടെ KSFE ന്യൂ റിക്രൂട്ട്മെന്റ് 2026 പോസ്റ്റ് ബിസിനസ് പ്രൊമോട്ടറുടെ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ കേരളത്തെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. ഈ വേക്കൻസി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. ഏതൊക്കെ ലൊക്കേഷനിലുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾ നോക്കണം. ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴയുണ്ട്, മാവേലിക്കര, കായംകുളം, ചേർത്തല, ഹരിപ്പാട്, ആലപ്പുഴ, അമ്പലപ്പുഴയുണ്ട്, ചെങ്ങന്നൂരുണ്ട്, ആലപ്പുഴ, ലോൺ യൂണിറ്റ് ആലപ്പുഴ, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. നിങ്ങൾ എടത്തുവ വരെ, അതായത് വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ വരെ ഇതിന്റെ വേക്കൻസി ഉണ്ട്. കളമശ്ശേരി, ഇതെല്ലാം ആലപ്പുഴ വരും. അതായത് ചെറിയ നമ്മുടെ വില്ലേജുകളിൽ പോലും ഈ വേക്കൻസി വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾ നോക്കണം, ആദ്യം നിങ്ങൾ നോക്കണം ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന്. ഇവിടെ ഈ റീജൻ കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിക്റ്റാണ്. ഇവിടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ ഈ പറയുന്നതൊക്കെ നോക്കി എന്തുമാത്രം ഉണ്ട്. 44 ഇവിടെ ആലപ്പുഴയുടെ വരുന്നുണ്ട്. 44 അല്ല, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ തന്നെ 50 ലൊക്കേഷന്റെ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് എറണാകുളമാണ്. എറണാകുളം വരുമ്പോഴത്തേക്ക് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ 75 ലൊക്കേഷനിൽ, എറണാകുളത്ത് തന്നെ 75 ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 125, നമ്മൾ 125 ഇവിടെ എടുക്കുകയാണ്. ഇത് കോഴിക്കോടിന്റെയാണ്. 125 കോഴിക്കോട് നമ്മൾ കണക്ക് കൂട്ടി. കോഴിക്കോട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കോഴിക്കോടിന്റെ നോക്കി എവിടെല്ലാം ഉണ്ട് കോഴിക്കോട്. അതായത് കോഴിക്കോടിന്റെ വരുമ്പോഴത്തേക്ക് 190 എടുക്കുന്നു. പിന്നെ കൊല്ലമുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് നോക്കി ആ നിങ്ങളുടെ വീട് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു ലൊക്കേഷൻ നിങ്ങൾ ഇവിടെ ഇപ്പൊ കോട്ടയം വരുമ്പോഴത്തേക്ക് നിങ്ങൾ എവിടെ, കണ്ണൂർ മെയിൻമയാണോ, നല്ലിലയാണോ, ഇരവിപുരമാണോ, എല്ലായിടത്തും നിങ്ങൾക്കറിയാം. KSFE പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ മധ്യപ്രദേശിലാണ്, നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നത്, നിങ്ങൾക്കറിയാം KSFEയുടെ കാര്യങ്ങൾ. അപ്പൊ KSFE പറ്റി ഞാൻ അധികം കാര്യങ്ങൾ ഞാൻ നിങ്ങളോടുമായിട്ട് പറയുന്നത്, എനിക്ക് KSFE പറ്റി അറിയാവുന്നത് ഈ നോട്ടിഫിക്കേഷൻ കാണുന്നത് മാത്രമാണ്. നിങ്ങൾക്ക് കണ്ണൂർ, തലശ്ശേരിയുണ്ട്, കാസർഗോഡുണ്ട്, പട്ടിയന്നൂർ, ഇരിട്ടിയുണ്ട്, അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇവിടെ വരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇനി കണ്ണൂരിലുണ്ട്, കോട്ടയം ഞാൻ പറഞ്ഞു, കോട്ടയത്തുണ്ട്. കോട്ടയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കട്ടപ്പനയിലുണ്ട്. അതുകൂടാതെ മലപ്പുറം ഉണ്ട്. മലപ്പുറം കഴിയുമ്പോഴത്തേക്ക് പാലക്കാട്, നിങ്ങൾക്ക് പാലക്കാടുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എവിടെ വേക്കൻസി വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, അതും 10ാം ക്ലാസ് മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. 1-2 കണ്ടീഷൻ ഉണ്ട്. അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ കണ്ടീഷൻ എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ പോകുമ്പോൾ തൃശ്ശൂർ വന്നിട്ടുണ്ട്. നമുക്ക് തൃശ്ശൂരിലുണ്ട് വേക്കൻസി. അത് കണക്ക് തന്നെ തിരുവനന്തപുരം ഉണ്ട്. തിരുവനന്തപുരം ലാസ്റ്റ്, തിരുവനന്തപുരം റൂറലുണ്ട്. തിരുവനന്തപുരം ലാസ്റ്റ് വരുന്നത്. അപ്പം നിങ്ങൾ ഇത് നോക്കിയാൽ മതി, തിരുവനന്തപുരം വരെയുള്ളു. അപ്പൊ ഈ തിരുവനന്തപുരം ഉണ്ട്, കോട്ടയമുണ്ട്, കൊല്ലമുണ്ട്, എറണാകുളമുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്. നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക, ആ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യണം. അപ്പൊ ഇതാണ് ഇതിന്റെ ഇവര് മൊത്തമായിട്ടുള്ള ആ ഒരു വേക്കൻസിയുടെ ലിസ്റ്റായി തന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിൽ എന്തൊക്കെ ഇവർ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളെ ആദ്യം ഈ ലിസ്റ്റ് കാണിക്കുകയായിരുന്നു. നിങ്ങളുടെ വീടിന്റെ ലൊക്കേഷൻ ഈ ലിസ്റ്റിലുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്.
ഇവിടെ പറയുന്നുണ്ട് കേരള സർക്കാർ സ്ഥാപനമായ KSFEയിൽ കരാർ വ്യവസ്ഥയിൽ ബിസിനസ് പ്രൊമോട്ടർക്കായി അപേക്ഷ ക്ഷണിക്കുന്നു. ബിസിനസ് പ്രൊമോട്ടറുടെ ആണ് അവർ അപേക്ഷ ക്ഷണിക്കുന്നത് KSFEയിൽ. മലയാളത്തിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അതിലും കുഴപ്പമില്ല. നിങ്ങളുടെ പ്രായം 20 തൊട്ട് 45 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്ന 10ാം ക്ലാസ് ആണ്. ഇനി അഭികാമ്യമായ അധിക യോഗ്യതകൾ, ഇത് കമ്പൽസറി അല്ല, പക്ഷെ പ്രിഫറൻസ് കിട്ടുന്ന ഒരു യോഗ്യതയാണ്. നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രിഫറൻസ് കിട്ടും. ഡ്രൈവിംഗ് ലൈസൻസ്, സ്വന്തമായി വാഹനം ഓടിക്കാനുള്ള നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് 2 വീലറുടെയാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. മാർക്കറ്റിംഗ് രംഗത്തെ മുൻ പരിചയം, നിങ്ങൾ അത് എവിടെങ്കിലും മാർക്കറ്റിംഗ് സെയിൽസിന്റെ ആ ഒരു മാർക്കറ്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മുൻഗണന കിട്ടും. കമ്പൽസറി അവർ പറയുന്നില്ല. ഇനി അപേക്ഷിക്കേണ്ട അവസാന തീയതി 15 ഫെബ്രുവരിയാണ്. അടുത്ത മാസം 15-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സമയമുണ്ട്. നിങ്ങൾക്ക് ഇനി മാർക്കറ്റിംഗ് രംഗത്തെ മുൻ പരിചയം നിങ്ങൾ എവിടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെയെങ്കിലും കൂട്ടുകാരോട് പറഞ്ഞ് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയുടെ ലെറ്ററേറ്റിൽ നിങ്ങൾക്ക് ഇത്ര 6 മാസം അല്ലെങ്കിൽ 3 മാസം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ്, അല്ലാതെ ഇത് ഈ ഒരു മാർക്കറ്റിംഗ് രംഗത്തെ മുൻ പരിചയത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഇതിൽ ഗസറ്റഡ് ഓഫീസറോ അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട. നിങ്ങൾ എവിടെങ്കിലും ഒരു മുതലാളിയെ കണ്ട് ആരുടെയെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും കാല് പിടിച്ച് ഇത് കണക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ തരും. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും അവരോട് പറഞ്ഞാൽ മതി, ഇങ്ങനൊരു വേക്കൻസി വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മാർക്കറ്റിംഗ് രംഗത്തെ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഞാൻ പറഞ്ഞു 15 ഫെബ്രുവരി വരെയാണ്. അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന മേഖലാ ഓഫീസുകളിലായിരിക്കും നിയമനം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ മേഖലാ ഓഫീസുകളിലായിരിക്കും നിയമനം. ഓൺലൈൻ അപേക്ഷിക്കേണ്ട ലിങ്ക് ഉണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ തന്നേക്കാം. നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അവരുടെ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക്. എനിക്ക് നിങ്ങളൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു പോർട്ടലിലേക്ക് വന്ന് ഇവിടെ പറയുന്നുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ബിസിനസ് പ്രൊമോട്ടർ കോൺട്രാക്ട്. ഇത് നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിസിലാണ് ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത്. ബിസിനസ് പ്രൊമോട്ടർ കരാർ നിയമനത്തിനുള്ള അപേക്ഷാ ഫോം നിങ്ങൾ ഒരു കോൺട്രാക്ട് ബേസിലായിരിക്കും. ഇവിടെ നിങ്ങളുടെ പേര് എഴുതണം. ഇവിടെ നിങ്ങൾ ജനറൽ മെയിലാണോ ഫീമെയിലാണോ ആ ഉള്ള ഒരു കാര്യം നിങ്ങൾ എടുക്കണം. ഇവിടെ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ അതറാണോ എന്ന് എടുക്കണം. ഞാൻ അതർ ആയതുകൊണ്ട് അതർ എടുത്ത് നിങ്ങളുടെ അച്ഛന്റെ പേര്, ഇവിടെ മലയാളത്തിലും പറയുന്നുണ്ട്, അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ പേര് ഇവിടെ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഇവിടെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ, 2 മൊബൈൽ നമ്പർ കൊടുക്കണം. കാര്യം അവർ നിങ്ങളെ ഫോണിൽ വിളിക്കുമ്പോൾ ഇവിടെ കൊടുത്ത മൊബൈൽ ആക്റ്റീവ് അല്ലെങ്കിൽ അവർ ഇവിടുത്തെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറിൽ അവർ നിങ്ങളെ വിളിക്കും. അതുകൊണ്ട് രണ്ടും നല്ലപോലെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ മൊബൈൽ നമ്പർ കൊടുക്കണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കണം. പ്രസന്റ് അഡ്രസ് ഇവിടെ എഴുതണം. ഇപ്പോഴത്തെ മേൽവിലാസം നിങ്ങൾ കൊടുക്കണം. ID കാർഡ് ടൈപ്പ്, നിങ്ങളുടെ ഏത് ID ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആധാർ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, വോട്ടർ ID ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ഇവിടെ കൊടുക്കുക. 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മെയിനായിട്ട് 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. ഇവിടെ 2 വീലറാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. റീജൻ, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന KSFE റീജൻ, നിങ്ങൾ ഏത് റീജനിലാണ് ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും കൊടുക്കണം. ഇവിടെ ഒരെണ്ണം എല്ലാം വരുന്നുണ്ട്. കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ. ഞാൻ ആലപ്പുഴ ആയതുകൊണ്ട് ഞാൻ ആലപ്പുഴ എടുത്ത്. നിങ്ങളും അത് കണക്കെടുക്കുക. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഒന്നെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം അല്ലെങ്കിൽ PNG ഫോർമാറ്റിലായിരിക്കണം. അത് അപ്ലോഡ് ചെയ്യുക. ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ടിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അത് അവിടെ ആകുന്നില്ല, വർക്കൗട്ട് ആവുന്നില്ല. നിങ്ങൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ അപ്പം തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. വളരെ നല്ല വേക്കൻസിയാണ്. നിങ്ങളെല്ലാവരും പറയും 10ാം ക്ലാസ് പാസ്സായ പക്ഷെ ജോലിയൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഇത് വേക്കൻസി വരുന്നില്ലെന്ന്. ഞാൻ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായി നിങ്ങൾക്ക് ജോലി ഇതുവരെ ഒന്നും ആയിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള 10ാം ക്ലാസ്സുകാരുടെ വേക്കൻസിയാണ് ഇനി ഇടുന്നത്. 2, 3, 4 ദിവസമായിട്ട് കണ്ടിന്യൂ. പക്ഷെ ആരും അധികം കാണുകയോ അപ്ലൈ ചെയ്യുകയോ ചെയ്യുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം.
ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഏജ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ന് എത്ര വയസ്സ് വരെയാണെന്നുള്ളത്. ഇവിടെ വീണ്ടും ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 20 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കുക. ഇതിൽ കൂടുതൽ നമുക്കൊരു ചാൻസ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.